പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഇപ്പം നമ്മുടെ പ്രാർത്ഥനയായാലും, പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ പ്രവർത്തികളും അതിലും ഈ പീഡാനുഭവത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാകണം. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, ഇപ്പം പ്രാർത്ഥനയിൽ പീഡാനുഭവത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാകണം, അതിൻ്റെ ഘടകം ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഇപ്പോഴേ അച്ഛൻ രണ്ടാമത് ബി പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രവൃത്തികളിലും. ഇപ്പം ഞാൻ ഓർക്കുവേ, കർത്താവ് ഈ താലന്തിൻ്റെ ഉപമ പറഞ്ഞില്ലേ? താലന്തിൻ്റെ ഉപമ പറഞ്ഞപ്പോഴേ ഈശോ എന്നാ പറഞ്ഞത്? അതായത് മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചു. ഇപ്പം നമ്മുടെ മത്തായി ശ്രീകാട് സുവിശേഷത്തിലുണ്ടത്. അതും ഇതുപോലെ 20-ാം അധ്യായത്തിലാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കും. അത് രാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് തുല്യമാണ് ദൈവരാജ്യം എന്ന് ഈശോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ ആ 3-ാം മണിക്കൂർ അയാൾ പുറത്തോട്ടിറങ്ങി. ദാറ്റ് മീൻസ് 9 മണിയാണ്. അവർക്ക് ഈ 1 മണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാവിലെ 6 മണിയാണ്. പിന്നെ അയാൾ 6-ാം മണിക്കൂർ ഇറങ്ങി. ദാറ്റ് മീൻസ് 12 മണി. പിന്നെ അയാൾ 11-ാം മണിക്കൂർ ഇറങ്ങി. ദാറ്റ് മീൻസ് വൈകുന്നേരം 5 മണി. അപ്പോൾ ഈ പല കാലങ്ങളിൽ ഇയാൾ പുറത്തോട്ടിറങ്ങാറുണ്ട്. എന്തിനാണ്? മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചിലർ 9 മണിക്ക് വന്നു, ചിലർ 12 മണിക്ക് വന്നു, ചിലർ 11 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് വന്ന് കൂലി തീർക്കാൻ നേരത്ത് എല്ലാവർക്കും ഓരോ ധനാറ കൊടുക്കും. കർത്താവിൻ്റെ മഹത്തായ ഉപമയിൽ ഒന്നാണിത്. കൂലി തീർക്കാൻ നേരത്തെ എല്ലാവർക്കും അപ്പോൾ അവർ ചില ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അവരെന്നാ പറയണത്? അവർ പറയണത് പകല് ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 20:12 മത്തായി ശ്രീകാട് സുവിശേഷം 20:12 അത് പറയണത്, അവസാനം വന്ന് ഇവർ 1 മണിക്കൂർ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. പകലിൻ്റെ അധ്വാനവും ചൂടും. ഇപ്പം ഒരു വിഷയമെന്ന് പറയണത്, നമ്മളൊരു പ്രവൃത്തി ബിബ്ലിക്കലായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പം ആ പ്രവൃത്തിക്ക് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനല്ല പ്രാധാന്യം. അവിടെയാണ് അവർക്ക് പറ്റിയ അബദ്ധം. അവർ പറയണത് ശരിയാണ്, പകലിൻ്റെ ചൂടും അധ്വാനം 9 മണിക്ക് വന്ന ആൾക്കാരല്ലേ. അപ്പോൾ പകലിൻ്റെ ചൂടും അധ്വാനവും ഒക്കെ വേർപ്പം കഷ്ടപ്പാട് അനുഭവിച്ച ഞങ്ങളോട് ഈ അവസാനം വന്ന ആൾക്കാർക്കും 1 ദിനാറ്, ഞങ്ങൾക്കൊരു ദിനാറ്. അപ്പം ഞങ്ങൾ സഹിച്ച ചൂടിന് എന്ത് വില, ഞങ്ങൾ സഹിച്ച വേർപ്പിന് എന്ത് വില, ഒരു വിലയില്ലാതാക്കിയില്ല എന്നാണ് ചോദിക്കണത്. പക്ഷേ സുവിശേഷത്തിൻ്റെ വിലയെന്ന് പറയണത് ഈ നാട്ടുനടപ്പനുസരിച്ചോട്ടൊരു ലോകരാജ്യത്തിൻ്റെ വിലയല്ല. അവിടെ ഒരു പ്രശ്നമുള്ളത്, ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ. നീ വെയിൽ കൊണ്ട് കാണാം. ഞാനും നീയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്രിമെൻ്റാണ്. 1 ദിനാറൊക്കെ പണി ചെയ്യാമെന്ന് നീ പറഞ്ഞു, സമ്മതിച്ചു, നീ അത് ഏറ്റവും നീ പണി ചെയ്തു, ഞാൻ കാശ് തന്നു. അപ്പം നമ്മളുടെ ബന്ധം തീർന്നു. പക്ഷേ ഈശോ പറയണ ഒരു ബന്ധമെന്ന് പറയണത് ഇങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ അപ്പുറത്തൊരു ബന്ധമുണ്ട്. അതെന്ന് വെച്ചാൽ അത് ഈശോയുമായിട്ടുള്ള ബന്ധം നമ്മളെ എന്ത് കഷ്ടപ്പെട്ടെന്നല്ല പ്രശ്നം, ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ. ചിലപ്പോൾ കഷ്ടപ്പാട് ഇപ്പോൾ എന്തുമാത്രം ആൾക്കാർ കഷ്ടപ്പെടുന്നു, എന്തുമാത്രം ഇപ്പോൾ അമ്മ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, ഓരോരുത്തർക്കും. ഇപ്പോൾ പാർട്ടിക്കാർ കഷ്ടപ്പെടുന്നു. ഇപ്പം ഞാനൊക്കെ ഇടവക ഇരുന്നപ്പോഴേക്ക് ഭയങ്കരമായ ഒരു സങ്കടപ്പെട്ട ഒരു രോഗി, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു രോഗിയാണ്. അന്ന് സൈക്കിളിൻ്റെ ബാക്കിലിരുത്തി കെട്ടിവെക്കണ രീതിയിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ വേണ്ടി. കഷ്ടപ്പാടുണ്ട് ആ പാർട്ടിക്ക്. എന്തുമാത്രം കഷ്ടപ്പെടണം ആ മനുഷ്യൻ. ആർക്ക് വേണ്ടിയാണ്? ഒരു വോട്ട് കിട്ടി സ്വന്തം പാർട്ടിക്ക് വേണ്ടിയാണ് ആ കഷ്ടപ്പാട്. അങ്ങനെ പല കഷ്ടപ്പാടുകളും ലോകത്തുണ്ട്. ഈ കഷ്ടപ്പാടിനൊന്നും റെമ്യൂണറേഷൻ ഇല്ല.
പകലിൻ്റെ ചൂട് അനുഭവിച്ച് കാണും, വെയിലൊക്കെ അനുഭവിച്ച് കാണും. അത് അത് എള്ളുണങ്ങണത് ആർക്ക് വേണ്ടിയെന്ന് ചോദിച്ചാൽ എള്ളുണങ്ങണ എണ്ണ കിട്ടുക. പാറ്റാപ്പിഴക്ക് ഉണങ്ങണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കർത്താവിന് മാറ്റി നിർത്തിക്കൊണ്ട് കുറേ ഉണക്കലുണ്ട്. ഈ ഉണക്കലൊന്നും സുവിശേഷത്തിന് റിവാർഡ് ചെയ്യത്തില്ല. അത് മനസ്സിലാക്കണം നമ്മൾ. നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്, മകൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഇല്ലേ? മാതാപിതാക്കന്മാർ ഉറക്കം നിന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഇതൊന്നും ഇപ്പം മക്കൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ ഈശോയുടെ പീഡാനുഭവമായിട്ട് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ പോലെ അനുഭവം വരും, ഒരു നേരം കിട്ടും. നിങ്ങൾ എന്നാ അതിൻ്റെ അകത്ത് ജീസസ് കണ്ടന്റ് എന്താണ്, പാഷൻ കണ്ടന്റ് എന്താണ്, ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജീസസ്. നീ ഇപ്പം നിൻ്റെ ഭർത്താവ് രോഗിയായി. ഇപ്പോൾ ഒരു അമ്മച്ചേനോട് എപ്പോഴും പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 14 വർഷം എൻ്റെ അമ്മായിയപ്പൻ്റെ കിടക്കയിൽ മലമൂത്ര വിസർജനങ്ങളെല്ലാം എടുത്തെന്ന് പറയും. അത് കറക്റ്റാണത്. ചിലപ്പോൾ 28 വർഷം എടുത്ത് കാണും. ഫോർ വാട്ട്, ഫോർ ഹൂം? ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. നിങ്ങൾ സഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പാഷൻ ഓഫ് ജീസസ്. നിൻ്റെ കഷ്ടപ്പാടുകൾ കർത്താവിൻ്റെ പീഡാനുഭവത്തോടെ, നിൻ്റെ ആത്മാവും ലോകത്തിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു സഹിച്ച സഹനങ്ങളോട് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജീസസ് യുവർ സഫറിങ്. അതാണ് പ്രശ്നം. ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രശ്നം, നമ്മൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട് പലതരത്തിലും. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അയൽവാസികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, എന്തെല്ലാം തരത്തിലുള്ള സഹനങ്ങൾ നമ്മൾ ലോകത്തെല്ലാം കാണുന്നു. ഇതൊന്നും റെമ്യൂണറേഷൻ ഉണ്ടാകും. ഈ പകലിൻ്റെ വെയിലും ചൂടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിവാർഡഡ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ പാഷൻ ഓഫ് ജീസസ്. നമ്മളൊരു വിശ്വാസി ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുഴുവൻ പീഡാനുഭവങ്ങൾ, നീ ശ്വാസം മുട്ടൽ, വേരിക്കോസെങ്കിൽ വേരിക്കോസ്, വിസർപ്പമെങ്കിൽ വിസർപ്പം, ആ രോഗം ഇപ്പോൾ വിസർപ്പം കൊണ്ട് തൊലി പൊളിഞ്ഞ് വരുമ്പോൾ വി മസ്റ്റ് സേ ജീസസ്, ഞാൻ നിൻ്റെ ചോര പുരണ്ട ശരീരത്തോട് നീ ശരീരം മുഴുവനും അടി കൊണ്ട് പാടുകളേറ്റ് തൊലി പൊളിഞ്ഞ് നീ നിലത്ത് വീണപ്പോൾ ആ രക്തത്തിൽ ചെളി പുരണ്ട് നീറിയിട്ടുള്ള വേദനകളിലെ കർത്താവേ, അത് നീ അനുഭവിച്ചത് ഞാൻ ഇന്നാളും നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതായത് നിങ്ങളെ വേദന അനുഭവിക്കുമ്പോൾ എപ്പോഴിപ്പോൾ എനിക്ക് കുത്തിത്തിരിയണ പല്ലുവേദനയാണ് ഏറ്റവും അവസാനം ഉണ്ടായത്. ഉറക്കം രാത്രി മൊത്തം ഉറങ്ങിയില്ല. നിങ്ങളവർക്ക് നമ്മളിങ്ങനെ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ പറയാനൊക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഓരോരുത്തരും വന്ന് പെടുമ്പോഴായിരിക്കും വിവരം അറിയണത്. അതെനിക്കറിയാം. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഞാൻ കർത്താവിൻ്റെ പീഡാനുഭവത്തിന് അധികം തൊട്ടില്ല. പക്ഷേ എന്നിട്ട് ഞാനൊരു പ്രാവശ്യം പറഞ്ഞു ഈശോയോട്, ഒരു 10 മിനിറ്റ് ഞാൻ പറഞ്ഞു, കർത്താവേ ഇത് മൊത്തം എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ഈ 10 മിനിറ്റ് പൂർണ്ണമായിട്ട് ഞാൻ പീഡാനുഭവത്തിന് കൂടെ കൂട്ടി വെക്കണമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കാര്യം ആ വേദന വരുമ്പോൾ മാത്രമൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ചെറുതായാലും വലുതായാലും വേദന വരുമ്പോഴേ പല വേദനയും അറിയാത്ത വേറെ പല വേദന ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഒരു വേദന മാത്രമായിട്ട് വരുമ്പോൾ ആ ഒരു വേദന എല്ലാ വേദനയാണെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ എന്നാലും അതിൻ്റെ അകത്തൊരു പീഡാനുഭവത്തിൻ്റെ കണ്ടൻറ്റ് വെച്ചാൽ നമ്മൾക്ക് പിന്നീട് ഈ അന്നു വേണ്ട ആഹാരമെന്നും പറഞ്ഞ് ഒരു ഏർപ്പാടില്ലേ വെച്ചാൽ ഇന്നത്തെ ആഹാരം. അപ്പോഴേ ഇന്നത്തെ ആഹാരം പോലെ തന്നെയാണ് നാളത്തെ ആഹാരമുണ്ട്. നാളത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈശോ നാളത്തെ ആഹാരം എന്ന് പറയണത് ഇന്ന് നമുക്ക് ഉണ്ടാക്കി വെക്കാം, സംരക്ഷിക്കാം. അതെന്താണ്? ഈശോയുടെ പീഡാനുഭവത്തെ പ്രതി നമ്മളൊരു വേദന അനുഭവിച്ച് വെച്ചാൽ അത് നാളത്തെ ആഹാരമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ പത്രോസിൻ്റെ കാല് കഴുകുമ്പോൾ ഈശോ പറയുന്ന വാക്കില്ലേ, ഞാൻ ചെയ്തത് എന്താണെന്ന് നിനക്കിപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകുമെന്ന്. അപ്പോൾ പിന്നീട് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണെന്ന് പറയുമ്പോൾ അതാണ് നാളത്തെ ആഹാരം എന്ന് പറയുന്നത്. ഈ നാളത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇന്ന് ഉണ്ടാക്കണതാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നാളത്തെ നിത്യതയുടെ ആത്മാവിൻ്റെ ആഹാരവും മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ?
അത് ഇന്നുണ്ടാക്കണതാണ് നമ്മൾ. ഇന്ന് എന്തുമാത്രം കുരിശുകൾ നാളത്തെ മഹത്വത്തിന് വേണ്ടി എന്തുമാത്രം കുരിശുകൾ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജീസസ്. നിൻ്റെ വേദനകൾ എന്തുമാത്രം ഈ കാലത്ത് നീ പല പല വേദന അനുഭവിക്കും. മക്കളെ പ്രതിയും ചിലപ്പോൾ കള്ളക്കേസാക്കപ്പെടും. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എല്ലാവരും മോശക്കാരാണ്. പല ആൾക്കാർ ഒറ്റിയതും കള്ളക്കേസിൽ ഒക്കെയാണ്. അവരുടെ കയ്യിൽ കൊടുക്കാൻ പ്രൂഫില്ല, സാക്ഷികളുമില്ല, അവർ പെട്ടിരിക്കുകയാണ്. പക്ഷെ ക്രിസ്ത്യാനിയാണ് അങ്ങനെ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവൻ അതുകൊണ്ട് നേടും. എന്താ കാര്യം? അവൻ കർത്താവിനെ പോലെ കിടക്കുകയാണ്. എന്താ കാര്യം? തെറ്റ് ചെയ്യാതെ ശിക്ഷ മേടിക്കുകയാണ്. നിൻ്റെ ദൈവത നീ ഒരു തെറ്റ് ചെയ്യാതെയാണ് ഒരു ശിക്ഷ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവം അനീതി ചെയ്തുകൊണ്ടല്ല. നാളത്തെ ആഹാരം നീ ഇന്ന് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പേരിൽ അത് ഏറ്റെടുത്തിരിക്കുമ്പോൾ നാളത്തെ മഹത്വത്തിന് ദൈവം നിന്നെ ഒരു പ്രത്യേക പരിപാലനയുടെ കൊണ്ടുപോവുകയാണ്. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്ത്യൻ ലൈഫ് പോസിബിൾ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈശോ എന്നാ പീഡാനുഭവ പ്രവചനം കഴിഞ്ഞ് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇപ്പോൾ 16:24 എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അതല്ലേ സംഭവം. എന്നിട്ട് ഈശോ പിന്നെ അതിനുശേഷം എന്താ പറയണത്? ഈ കുരിശ് മാറ്റണത് കുറച്ച് വിഷയമുണ്ട്. അതെന്താണ്? ലോകമാണ്. ഈ കുരിശ് മാറ്റിയിട്ട് ജീവിതത്തെ സ്വീകരിക്കണത് എന്താണ്? ലോകമാണ്. അതിന് ഈശോ എന്താ പറഞ്ഞത്? അതിൻ്റെ കൂടെ 16:26 മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ ലോകം മുഴുവൻ നേടും, കുരിശെല്ലാം മാറ്റി വെച്ചും, പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള ക്രിസ്ത്യാനി നീ എന്താ മനസ്സിലാക്കേണ്ടത്? നീ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? 16:26. അപ്പോൾ 24 എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, കൂടെ വരിക. കുരിശ് മാറ്റിയാൽ പിന്നെയുള്ള എന്താണ്? ലോകമാണ്. ലോകത്തിൻ്റെ സന്തോഷം, ലോകത്തിൻ്റെ നീതി, അതനുസരിച്ചുള്ള ഭൗതിക അഭിവൃദ്ധികളാണ്. ഈ ഭൗതിക അഭിവൃദ്ധി മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് നമ്മോട് ചോദിക്കുമ്പോൾ അറിയാതെ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. എന്താണ്? ആത്മാവിന് വേണ്ടി നേടാനുള്ളത് കുരിശ് മാത്രമാണെന്നാണ്. ദാറ്റ്സ് എ കണ്ടന്റ് ഓഫ് ജീസസ്. അതാണ് ഞാൻ പറഞ്ഞ പാഷൻ കണ്ടന്റ് പറയണത്. ലോകം മുഴുവൻ നേടിയ ഇപ്പോൾ 16:26 കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന്. ഇപ്പം 24 ആദ്യം ചോദിച്ചത് എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണോ സ്വയം പരിത്യജിക്കുക, തൻ്റെ കൂടെ കുരിശെടുക്കുക, കൂടെ വരിക എന്ന് പറയും. അപ്പോൾ കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷൻ എന്താണ്? ലോകം നേടുക. ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകം നേടുക എന്നുള്ള നിൻ്റെ വ്യഗ്രത അവസാനിപ്പിക്കണം. അവിടെയാണ് പ്രശ്നം. അപ്പോഴേ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം എന്ന് പറയുമ്പോഴേ ആത്മാവിനെ നേടാനുള്ള മാർഗം എന്താണ്? കുരിശെടുക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റല്ലേ സംഭവം? ഇനി കുരിശെടുത്തുള്ള പ്രവർത്തനങ്ങളുണ്ട്, കുരിശ് വെച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പെസക അപ്പം മുറിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു കുരിശുണ്ടാകും. നമ്മൾ കുരിശ് അടത്തി മാറ്റും. ചില പിള്ളേരാണെങ്കിൽ കുരിശ് പൊളിച്ച് തിന്നുകയും ചെയ്യും. എന്നാലും കുരിശിൻ്റെ ഒരു മുദ്ര നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പരിത്യാഗത്തിൻ്റെ ഒരു മുദ്രയുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നിൻ്റെ പ്രവൃത്തി. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നറിയാവോ? അതായത് ഈ 16:27 വായിക്കും. ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന.
യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോട് ചേർന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ മത്തായി ശ്ലീഹയുടെ 16:27 വചനമുണ്ട്. നമ്മൾ 24, 26 കഴിഞ്ഞിട്ടാണ് 27 വചനം. സത്യം തന്നെ മക്കളെ. 16:27 മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകും. ഇപ്പം മനസ്സിലായില്ലേ? എന്താ മനസ്സിലായത്? അതായത് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വരാനിരിക്കുന്നു. അപ്പോഴെന്നാ ചെയ്യും? ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകും. ഇത് പറയണ എപ്പോഴാണ് ഈശോ പറയണത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരാൻ പറയുന്ന ആ 16:24 മത്തായി ശ്ലീഹയുടെ 16:24 എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക, തൻ്റെ കുരിശെടുത്തുക, എൻ്റെ കൂടെ വരിക. ഈ കുരിശെടുത്ത് കൂടെ വരുന്ന പ്രവർത്തിക്കാണ് 16:27 വരുമ്പോൾ പ്രതിഫലം തരണത്. അപ്പോൾ പ്രവർത്തിച്ചെന്ന് പറഞ്ഞൊരു കഥയുമില്ല. ഇസ് ദെയർ എ കണ്ടന്റ് ഓഫ് ക്രോസ് ഇൻ ഇറ്റ്? നീ പ്രവർത്തിച്ചതിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മുദ്രയുണ്ടോ? അത് ഭാര്യക്കായാലും ഭർത്താവിനായാലും നാട്ടുകാർക്കായാലും ഇനി തെറ്റ് ചെയ്യാത്ത ശിക്ഷ ജയിലിൽ കിടന്ന് അനുഭവിച്ചാലും ആർ യു പ്രൊക്ലെയിം ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്? കർത്താവിൻ്റെ നാമത്തിലാണോ? കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ പ്രഖ്യാപിച്ചുകൊണ്ടാണോ നിന്റെ പീഡാനുഭവത്തെ, രോഗത്തെ, നഷ്ടപ്പെടലിനെ, അതുപോലെ തകർച്ചയെ നീ കരുതണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ കണ്ടന്റ് ഓഫ് ക്രോസ് ഇൻ ഇറ്റ്. അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിന് മുദ്രയുണ്ട്. അപ്പോഴേ ആ പ്രവൃത്തികൾക്കനുസരിച്ചാണ് നിനക്ക് പ്രതിഫലം. എങ്ങനെ? ഏത് പ്രവൃത്തി? കുരിശുള്ള പ്രവൃത്തി. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗം. ഇപ്പം നിനക്ക് വേദന വന്നു, രോഗം വന്നു, ഇപ്പം നീ ഇപ്പം നാട്ടുകാർ നിനക്ക് തല്ലിയെന്ന് തന്നെ വിചാരിക്കുക, വീട് കയറി തല്ലിയെന്ന് വിചാരിക്കുക. ഇപ്പം വീട് കയറി തല്ലണ ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണല്ല. എന്തൊരു സംസ്ഥാനം! ഇപ്പോഴാ കക്ഷികളൊക്കെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ലേ? കേരള പോലീസിന് വൃത്തിയായിട്ട് അറിയാതെ എവിടെ ആൾക്കാരുള്ളതെന്നുണ്ടത്. പക്ഷേ ഇത് നമ്മൾ ലോകത്തോട് പറയുന്ന, അതായത് അരാജകത്വം, രാജാവില്ലാത്ത അവസ്ഥ, നിയമമില്ലാത്ത അവസ്ഥ, ആർക്കും ആരെയും കയറി വീട് കയറി തല്ലാം. പിന്നെ എന്നാ സുരക്ഷിതത്വം ഇവിടെ? പിന്നെ ആർക്ക് സുരക്ഷിതത്വം? തീർന്നില്ലേ? നമ്മൾ ഇത്രയും നാൾ ഈ നിയമവ്യവസ്ഥ, കോടതി ഇവിടെ ഉണ്ട്, പോലീസുണ്ട്. എന്തിനാണ്? ഇവിടെ ആരുടെയെങ്കിലും അവകാശങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. ആ സംവിധാനത്തിനെ വെറുതെ നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് ആർക്കും ആരുടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഉടനെ കയറി വീട് കയറി തല്ലുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ ഇതൊക്കെ നേരെ ചൊവ്വേ നാളെ കാര്യങ്ങളിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ആര്? ദൈവം ചോദിക്കുമെന്നല്ല പറയണത്, ജനം തന്നെ ചോദിച്ചിരിക്കും. അല്ലെങ്കിൽ അരാജകത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഭരണഘടനയെ പോലും അപ്രസക്തമാക്കി കളയുന്ന രീതിയിലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ വരുമ്പോഴേ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ആൾക്കാർ മിണ്ടാണില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്ന സാംസ്കാരികം സെലക്റ്റീവ് കൾച്ചറാണ്. അവരുടെ ജാതി അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഇങ്ങനെയുള്ള സംസ്കാരവും മൂല്യമാണ്. മൂല്യാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിയുടെ, സ്വന്തം മതത്തിൻ്റെ, സ്വന്തം ജാതിയുടെ മൂല്യം എന്നാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കേണ്ടി വരണത്. അങ്ങനെയുള്ള ഒരു അരാജകത്വം ഇതൊരു സാംസ്കാരിക സമൂഹത്തിന് എന്തുമാത്രം ഭൂഷണമാണ്. നമ്മൾ എവിടെ എത്തി? ഓരോരുത്തരും എത്തിയില്ല. നമ്മൾ തിരിച്ചു പോവുകയാണ്. 16-ാം നൂറ്റാണ്ടിലൊക്കെ തിരിച്ചു പോവുകയാണ് നമ്മൾ.
ഈ തീവട്ടിക്കൊള്ളയെന്നൊക്കെ പറയുവേ, എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിലെ രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള കൊള്ളക്കാരും മറ്റു കൊള്ളക്കാരൊക്കെ സംഘടിച്ചുകൊണ്ട് രാത്രി തീവട്ടിക്കൊള്ള നടത്തി ഓരോ വീട്ടിൽ കയറി വീടിന് തീ വെക്കും. അതിനാണ് ആ ഒരു കാര്യം. അപ്പം ജനങ്ങളെല്ലാം സംഘടിച്ചുകൊണ്ട് ഒരു രാജാവിനെ ഉണ്ടാക്കുവരെ. ഇങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകുന്ന പഴയ അരാജക കാലഘട്ടം. ആരും ചോദിക്കാനും പറയാനുമില്ല, ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം. ആരെയും കയ്യിലെടുത്താൽ നിയമത്തെ വരെ കയ്യിലെടുക്കാവുന്നതല്ലേ ഇപ്പോൾ കാണുന്നത്. നിയമത്തെ കയ്യിലെടുക്കാം, കോടതിയെ കയ്യിലെടുക്കാം, സർക്കാരിനെ കയ്യിലെടുക്കാം, പോലീസിനെ കയ്യിലെടുക്കാം. കയ്യിലെടുക്കണവൻ കാര്യക്കാരൻ, കൈ കരുത്തുള്ളവൻ കാര്യക്കാരൻ. അങ്ങനെയായി വന്നു. ഇതെന്താണ്? കാട്ടിലെ രാജ്യം, കാട്ടുനീതി എന്നൊക്കെ പറയും ഇതിനെ. അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നില്ലെങ്കിൽ സമൂഹത്തിന് ഇവിടെ സമാധാനത്തോടെ പുലരാൻ പറ്റത്തില്ല. ഞാനൊരു വശം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വിഷയം നമ്മുടെ പ്രവർത്തികളിൽ കർത്താവിൻ്റെ പാഷൻ്റെ കണ്ടൻ്റ് ഉണ്ടാകണം. ഇപ്പം അവർ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളിപ്പോൾ 16-22 അവർ പറഞ്ഞില്ലേ, ഞങ്ങൾ പകൽ മുഴുവനും അവരെന്താ പറയണത്, പകൽ മുഴുവനും ഞങ്ങൾ വെയിൽ കൊണ്ടില്ലേ. ഇപ്പം ഞങ്ങൾ പകൽ മുഴുവൻ വെയിൽ കൊണ്ട് ഞങ്ങളെ അവരോട് തുല്യപ്പെടുത്തിയല്ലോ എന്നാണ് ചോദിക്കണത് 20:12. അപ്പം പകൽ മുഴുവൻ വെയിൽ കൊള്ളണ ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ ആരുടെ പേരിൽ? ഒന്നെങ്കിൽ സ്വന്തം കാര്യം, ആരുടെയും പേരിലല്ല. സുവിശേഷത്തിൽ എപ്പോഴും കർത്താവ് എന്താ പറയണത്? മനുഷ്യപുത്രൻ വരും. 16 ആ സംഭവം 16:27 വരുമ്പോൾ പറയും, തന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. ആ പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത് പ്രവൃത്തിയാണ്? യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ ഏറ്റുപറയുകയും കർത്താവിൻ്റെ നാമത്തിന് പ്രതിയുള്ള പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയവേ ഒരു കുഴപ്പമില്ല, എന്താണ് 1-ാം മണിക്കൂറിൽ 3-ാം മണിക്കൂറിൽ വന്നവർക്കും 12-ാം മണിക്കൂറിൽ വന്നവർക്കും 11-ാം മണിക്കൂറിൽ വന്നവർക്കും ഒരേ കൂലിയല്ലേ, എപ്പോഴെങ്കിലും വന്നാൽ മതി, എന്തെങ്കിലും ചെയ്താൽ പോരെ എന്ന് വിചാരിക്കുക. അല്ല സംഭവം. ചെയ്യണതല്ല പ്രശ്നം. ആ ചെയ്യണ ചെയ്ത്ത്, ആ പ്രവൃത്തി, അത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ എന്നെ അനുഗമിക്കാൻ അതെന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ 16:24 മത്തായി സുവിശേഷം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിച്ചത് എൻ്റെ കുരിശമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന വചനത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് 16:3 വചനം കഴിയുമ്പോഴും 16:27 പറയണത്, മനുഷ്യപുത്രൻ വരും. ഈ കുരിശിന് കൊണ്ട് ഒന്നും അവസാനമല്ല, ഈ കുരിശൊന്നും അവസാനമല്ല, ഈ മുഴുക്കയുടെ അവസാനമല്ല, തിരുവിലാലും ഒരു അവസാനമല്ല, ഈ കരചരണം കാണിപ്പെടുന്ന അവസാനമല്ല. ഇതെല്ലാം മഹത്വപ്പെട്ടുകൊണ്ട് എൻ്റെ നാമത്തെ കുറിച്ചെടുത്തവർക്ക് വേണ്ടി പ്രതിഫലം നൽകാൻ മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വം വരും. അപ്പോഴിങ്ങനെ ആയിരിക്കില്ല. തന്താങ്ങളുടെ, അതാണ് 16:27, തന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച്. അതെന്തുമാത്രം എൻ്റെ കുരിശിനോട് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭരിക്കണത് ഇഷ്ടമില്ലാത്തവന്മാരില്ലേ, അവരെ കൊണ്ടുവരാൻ പറയുന്ന ഒരു സമയമുണ്ടല്ലോ. അതാ സംഭവം. ദൈവരാജ്യത്തിൻ്റെ ഭരണം അംഗീകരിക്കാത്തവരെ, ലോകരാജ്യത്തിന് നരകരാജ്യത്തിന് ഭരണം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ, ലോകത്തിന് വേണ്ടി, സ്വന്തം പേരിന് വേണ്ടി, സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരില്ലേ, ആ പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ കഷ്ടപ്പാട് തന്നെ സഹിക്കണത്. ആ കഷ്ടപ്പാടുകൾക്ക് സുവിശേഷ കർത്താവിൻ്റെ മഹത്വത്തിന് പ്രതിഫലമില്ല എന്നാണ് 16:27 പറയണത്. മനുഷ്യപുത്രൻ തന്നെ പിതാവിൻ്റെ മഹത്വത്തിന് വരുമ്പോൾ അവരവരുടെ പ്രവർത്തികൾക്കനുസരിച്ച്, എന്ന് വെച്ചാൽ കർത്താവിൻ്റെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുന്ന, തൻ്റെ കുരിശെടുക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുമെന്നാണ് ഞാൻ പറഞ്ഞ. മനസ്സിലായില്ലേ ഇപ്പോൾ നിങ്ങൾക്ക്? എന്തെങ്കിലും സഹനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർക്ക് വേണ്ടിയാണെങ്കിൽ എത്രയും വേഗം കർത്താവിൻ്റെ അക്കൗണ്ടിലാക്കിയേക്കണം അത്. അല്ലെങ്കിൽ അതെല്ലാം വെറുതെ സഹനമായി പോകും. എന്തെങ്കിലും സഹനങ്ങൾ, ഞെരുക്കങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗമാണെങ്കിൽ ഇപ്പം തന്നെ ഈ വചനം കേൾക്കണം, ഈ സമയത്ത് തന്നെ അത് സമർപ്പിക്കണം. കർത്താവേ, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കൂടെ ഞാൻ കൂട്ടിവെക്കുന്നു എന്ന് പറയണം. നിത്യതയിൽ ഓഹരി കിട്ടാൻ വേണ്ടിയാണ്. നിത്യത നിങ്ങൾ ഈ പറയണ പോലെ 3-ാം മണിക്കൂറിൽ വന്നവനും 6-ാം മണിക്കൂറിൽ വന്നവനും 11-ാം മണിക്കൂറിൽ വന്നവനും ഒരേ വേദന അല്ല. അത് സെൻറ്റ് പോൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:41 പുനരുത്ഥാനത്തിൽ ഇങ്ങനെ ഇരിക്കും.
ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾക്ക് തമ്മിലും അരൂപിക്ക് പ്രകാശ വ്യത്യാസമുണ്ട്. അതുപോലെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കത്തില്ലെന്ന് വ്യക്തമല്ലേ? നിങ്ങളുടെ കുരിശിൻ്റെ യേശുക്രിസ്തു നാമത്തിൽ ഒരു വ്യക്തി കുരിശെടുക്കുമ്പോൾ ആ കുരിശെടുത്തുകൊണ്ട് അമ്മായിയപ്പനെ ശുശ്രൂഷിക്കുന്നു, മരുമകനെ ശുശ്രൂഷിക്കുന്നു, ഭാര്യയെ ശുശ്രൂഷിക്കുന്നു, നാട്ടുകാരെ ശുശ്രൂഷിക്കുന്നു, സഭയെ ശുശ്രൂഷിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലാണെന്ന് അത് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അതിനകത്തൊരു കുരിശുണ്ട്. ആ കുരിശിൻ്റെ തോതനുസരിച്ച് കൊണ്ടാണ് കൃപ. നാമത്തെ വിശ്വസിക്കുന്നവർക്ക്, അവർ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്ക് മേൽകൃപ ലഭിക്കണമെന്ന് പറയുമ്പോൾ ഗ്രേസ്, അപ്പോൺ ഗ്രേസ് എന്ന് പറയുന്ന 1 യോഹന്നാൻ 1:16 ആ അപ്പോൺ ഗ്രേസ് ഇല്ലേ, അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? അത് നീ അനുഭവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം എത്ര കണ്ട് നീ മാനസികമായിട്ട് അത് അംഗീകരിച്ച് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പ്രവൃത്തികളിൽ ഉദ്ഘോഷിക്കുന്നുണ്ട്, അത്തരം കൊണ്ട് ഏറ്റുപറയുന്നുണ്ട്, ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് രക്ഷാനുഭവം വരണത്. ആ രക്ഷാനുഭവം ചിലപ്പോൾ നിനക്ക് ആ രക്ഷാനുഭവം, ഇപ്പം അമ്മ ആദ്യമേ രക്ഷാനുഭവം ഉണ്ടായിരുന്ന ആളാണ്. കാര്യം രക്ഷ അവളുടെ ഉദരത്തിലാണ് ലഭിച്ചത്. അവൾ ഫുൾ ഓഫ് ഗ്രേസാണ്. അവളുടെ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തപ്പോൾ അത് ലൂക്ക 1:28 കുഞ്ഞിനെ കൊണ്ട് കൊടുത്തത് ശെമയോൻ്റെ കയ്യിൽ. ശെമയോൻ അപ്പോൾ വലിയപ്പനായിട്ട് വലിയ അപ്പാപ്പനായിട്ടിരിക്കുക, 11-ാം മണിക്കൂറിലിരിക്കുക. ആ ശെമയോന് കിട്ടിയ അതേ കൃപ തന്നെ അമ്മയ്ക്ക് കിട്ടിയ കൃപ തന്നെ ശെമയോന് കിട്ടുമെന്ന് പറഞ്ഞാൽ 11-ാം മണിക്കൂർ ശരിയാകുമോ? എക്കണോമിക്സ് ശരിയാകത്തില്ല. വേറെ ഒരുത്തർ ഇടയ്ക്ക് കയറിയിട്ടുണ്ട്, സക്കേവൂസ്. അവനും രക്ഷ തന്നെ പ്രശ്നം. ഇടയ്ക്ക് കയറിയ ആളാണ്, 12-ാം മണിക്കൂർ കയറിയ ആളാണ്, മരത്തിൽ കയറി ഇരുന്ന ആളാണ്. കർത്താവ് അവരോടും പറഞ്ഞ് ഇന്നീ ഭവനത്തിൽ രക്ഷ കൈ വന്നിരിക്കണമെന്ന് 9:9. അപ്പോൾ 3 സമയത്താണ് ആൾക്കാർ കയറണത് രക്ഷയ്ക്ക്. ആദ്യം കയറിയ ആൾക്കാരുണ്ട്, ഇടയ്ക്ക് കയറിയുണ്ട്, അവസാനം കയറിയ ആൾക്കാരുണ്ട്. ഇവരെല്ലാം ആ കൃപകളെല്ലാം അടിസ്ഥാനപ്പെടുത്തുന്ന എന്തിനെക്കൊണ്ട് ആര് ഏത് സമയത്ത് കയറിയാലും കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങളോടെ നിൻ്റെ ജീവിത വിഷയങ്ങളെ സംഭവങ്ങളെ സാക്ഷിയാക്കാൻ വേണ്ടി നീ എന്തുമാത്രം അത് വിശ്വാസത്തിൻ്റെ ലെവലിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ഐക്യദാർഢ്യപ്പെടുത്തിക്കൊണ്ട് യേശുനാമത്തിന് മഹത്വത്തിനായി അത് സമർപ്പിച്ചിട്ട് യേശുവിനെ നീ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? അതാണ് താന്താങ്ങളുടെ പ്രവൃത്തി. നമ്മൾ അത് മാറ്റമില്ല. അത് വെളിപാടിൻ്റെ പുസ്തകത്തിലും അത് തന്നെ 2:23 പറഞ്ഞത് എന്താണ്? വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പ്രതിഫലം നൽകുന്നത് താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിന് വേണ്ടി സഹിക്കുന്നത്, കർത്താവിന് വേണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ നാക്കുകൊണ്ട് പറയണം. രക്ഷ നിൻ്റെ അധരത്തിലാണെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ഓരോ വിഷയം ചെയ്യുമ്പോഴും നീ അധരം കൊണ്ട് നീ ഏറ്റു പറയണം, ദിസ് ഈസ് ദ നെയിം ഓഫ് ജീസസ്. ഇതെൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയണം. അല്ലാതെ പറഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ സേവ് ചെയ്യാത്ത മൊബൈൽ മാറ്റർ പോലെ. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പൊട്ടന്മാർ 1.5 മണിക്കൂറൊക്കെ ഇരുന്നുകൊണ്ട് ടൈപ്പ് ചെയ്യും, പക്ഷെ സേവ് ചെയ്യത്തില്ല. കറണ്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ അത് പോകും. ഇതുപോലെ ഇൻറ്റൻഷന് വരുന്ന അവസ്ഥ. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഉടനെ സേവ് ചെയ്യണം. എങ്ങനെ സേവ് ചെയ്യും? കർത്താവേ, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിയും നടുവേദനയാണെങ്കിൽ പോലും ഞാൻ നിരങ്ങി നിന്നാണ് സ്റ്റൗവിലെത്തി ചോറ് കൊടുക്കണത്. അത് ഭർത്താവിനോട് സ്നേഹത്തെ, മക്കളുടെ സ്നേഹത്തെ എൻ്റെ കടവെക്കണം കാര്യം ശരി. പക്ഷെ ഞാനിത് നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കൂടെ കൂട്ടി വെക്കണമെന്ന് പറയുമ്പോഴാണ് സേവിങ് വരണത്. സേവിങ് ബൈ ഇൻറ്റൻഷൻ. കർത്താവിൻ്റെ പീഡാനുഭവം ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ എല്ലാ പ്രവൃത്തികളും നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാക്കണത്. ഈ മഹത്വത്തെക്കുറിച്ച് ഓർക്കണമെങ്കിലേ, ആ മഹത്വത്തെക്കുറിച്ച് ഓർക്കണമെങ്കിൽ അത് ഇന്ന് നമ്മൾ ആർജിച്ചിരിക്കണം. അല്ലാതെ നമ്മളിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് മഹത്വം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് മഹത്വമൊന്നും ഇല്ല. അതാണ് 16:27 പറയണത്. റെഡിമെയ്ഡ് മഹത്വമൊന്നും ഇല്ലേ. അവരവർക്കെല്ലാം തന്താങ്ങളുടെ പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം. അതാണ് വെളിപാട് 2:23. അപ്പോൾ മഹത്വമൊക്കെ വേറെ ഒരു മഹത്വം ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ കെട്ടിയെടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് തരത്തില്ല. പാക്കേജൊന്നും ഇല്ല ഇതിന്. മര്യാദക്ക് ജീവിക്കുമ്പോൾ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ നീ തയ്യാറായിരിക്കണം.
അത് ചിലപ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടാകും. ചിലപ്പോൾ നീ കുറ്റവാളിയാകാം, ചിലപ്പോൾ കുറ്റവാളിയാകത്തില്ല. പക്ഷേ എന്ത് നീ പീഡാനുഭവിച്ചാലും അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കൂടെയാണെന്ന് പറയുമ്പോൾ എല്ലാത്തിനും അർത്ഥം ഉണ്ടാവും. ഞാൻ ജീസസ് ഈസ് അവർ മീനിങ്. താങ്ക് യു. ശ്രുതികട ഹല്ലേലൂയ. യേശു